ശാരീരികമായ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ നാം പലപ്പോഴും അതിന്റെ ശമനത്തിനും ആശ്വാസത്തിനുമായി വൈദ്യശാസ്ത്രത്തിൽ അഭയം തേടാറുണ്ട്. മിക്കപ്പോഴും ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം കിട്ടാറുമുണ്ട്. എന്നാൽ തീവ്രമായ ചില രോഗങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ പരിചയക്കാർക്കിടയിലൊക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ നാം കേൾക്കാറുണ്ട്, വൈദ്യശാസ്ത്രം കൈവിട്ടു എന്ന്. അതോടൊപ്പം അവരുടെ അവസാന ഉപദേശം, ഇനി നിങ്ങളുടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കൂ എന്ന്. അപ്രകാരം ദൈവവചനത്തിൽ കാണുന്ന ഒരു സംഭവ കഥ ഭാവനാരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഫ്രം നോബഡി ടു സംബഡി. എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, എപ്പോഴും തരുന്ന പോലെ തന്നെ കുറെ മരുന്ന് തന്നു, അല്ലാതെ എന്താ. കഴിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഓ, എന്ത് വ്യത്യാസം വരാനാ, ഒരു മാറ്റവും ഇല്ല. 12 വർഷമായിട്ട് ഞാൻ ഈ അനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കയറാത്ത ആശുപത്രികളില്ല, കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല, കഴിക്കാത്ത മരുന്നില്ല. എത്ര പണം ഇതിനു വേണ്ടി ചെലവാക്കി. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഗുണം? നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. നിനക്കറിയാമോ, ഓരോ ആൾക്കാരുടെ കുറ്റപ്പെടുത്തിയുള്ള നോട്ടവും കുത്തുവാക്കുകളും കേട്ട് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ട് വെളിയിൽ പോലും പോകാറില്ല. നീ വിഷമിക്കാതെ, എനിക്ക് യേശുവിനെ അറിയാം. ആ യേശുവിനെ നിന്നെ സൗഖ്യമാക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. യേശു അതാരാ? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കാനാവലി ഒരു കല്യാണത്തിന് പോയ കാര്യം പറഞ്ഞില്ലായിരുന്നു? നിന്റെ ചേച്ചിയുടെ മോള്. അവിടെ ഒരു സംഭവം നടന്നു. അവിടെ പെട്ടെന്ന് വീട് തികയാതെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ആകെ വിഷമിച്ചു. അപ്പോൾ യേശു അവിടെ വന്ന് വെള്ളത്തെ വീഞ്ഞാക്കി. ഞങ്ങൾക്ക് ശരിക്കും അതൊരു അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ പേരെടുത്ത് നിന്ന് ഈ യേശു ചെയ്ത അത്ഭുതങ്ങൾ നടക്കാൻ വയ്യാത്തവർക്കും കണ്ണ് കാണാത്തവർക്കും ഒക്കെ സൗഖ്യം കൊടുത്തെന്ന് ഞാൻ കേട്ടു. സത്യമാണോ? ആ യേശുവിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പോകാൻ കഴിഞ്ഞിരുന്നാൽ എനിക്കും സൗഖ്യം കിട്ടിയാലടി. അതും കൂടെ പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇന്ന് ഈ വഴി യേശു വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? എങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ആ യേശുവിനെ ഇന്ന് കാണണം. എനിക്ക് യേശുവിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ യേശുവിന്റെ വസ്ത്രത്തെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നു. ഇത്രയും പേര് ആരാ തൊട്ട് എങ്ങനെ നമുക്കറിയാനോ? അല്ല, ആരോ ഒരാളെന്നെ തൊട്ടു. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് അത് ഞാനാ യേശുവേ. ഞാൻ 12 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥ അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചു. അതിപ്പോൾ സത്യമാണ്. മകളെ, എൻ്റെ വസ്ത്രം അതിൽ നിന്നുള്ള ശക്തിയോ അല്ല നിന്നെ സൗഖ്യമാക്കി. പക്ഷെ അതിൽ തൊട്ടപ്പോൾ തന്നെ എനിക്ക് സൗഖ്യമാണല്ലോ. എനിക്കറിയാം. പക്ഷേ നിന്നെ സൗഖ്യമാക്കിയത് ഈ വസ്ത്രമല്ല, അത് നിന്നിലെ ഉറച്ച വിശ്വാസമാണ്.